മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ടി റഹ്മത്ത് രാജിവെച്ചതിനെ തുടർന്ന് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ഒഴിവുവന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിലെ സഫിയ വലിയാട്ടിൽ മത്സരിക്കും. ഇതിന്റെ ഭാഗമായി സഫിയ വലിയാട്ടിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും രാജിവെച്ചു. നിലവിൽ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ടി റഹ്മത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് UDF നിന്നും മുസ്ലിം ലീഗിലെ സഫിയ വലിയാട്ടിൽ മത്സരിക്കുക. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് ആഞ്ഞിലങ്ങാടിയിൽ നിന്നുള്ള അംഗമാണ് സഫിയ വലിയാട്ടിൽ. വരാനിരിക്കുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി സഫിയ വലിയാട്ടിൽ മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് എടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ചാലിൽ ബാബു പറഞ്ഞു. ടി റഹ്മത്ത് കഴിഞ്ഞ 2 തവണകളിലായിട്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധിയായിട്ടുണ്ട്. 2020, 2005 കാലത്തും 2020 മുതൽ ഇപ്പോൾ തുടർന്ന് ഇങ്ങോട്ട് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടി 2023 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഹ്മത്തിന് ആ അംഗീകാരം കൊടുക്കുകയും കഴിഞ്ഞ 1.5 വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഈ പഞ്ചായത്തിനെ നയിക്കുന്നതിൽ റഹ്മത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് പാർട്ടിക്കുള്ള നന്ദി റഹ്മത്തിനെ അറിയിക്കുകയാണ്. പിന്നെ തുടർന്ന് ഈ വലിയാട്ടിൽ സഫിയ ആയിരിക്കും വരുന്ന 1 വർഷക്കാലം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരിക്കുക. അവരിപ്പോൾ നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ 2 തെരഞ്ഞെടുപ്പും, വരുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് സഫിയ ആയിരിക്കും വരുന്ന. ഇതിന്റെ ഭാഗമായി സഫിയ വലിയാട്ടിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വവും രാജിവെച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജു ശിവദാസൻ രാജിക്കത്ത് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.